Today's Father's Day. ഇന്ന് ഫാദേഴ്സ് ഡേ ആണല്ലോ. So every time when we do this, I take time to bring the word for fathers, mothers, families, and I don't want to leave this time and opportunity. ഈ പ്രത്യേക ദിവസത്തിൽ ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ പിതാക്കന്മാർക്കും മാതാക്കൾക്കും ഒരു പ്രത്യേകമായ ഒരു സന്ദേശം കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So let's get ready for Father's Day sermon. ഇന്നത്തെ ഈ സന്ദേശത്തിന് വേണ്ടി നമുക്കൊന്ന് തയ്യാറെടുക്കാം. When I talk to fathers, it's not just fathers, I'm talking to parents too. ഞാൻ ഇന്ന് പിതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ മാതാപിതാക്കളോടും കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. I want to bring this word title called Father's Heart. ഒരു പിതാവിന്റെ ഹൃദയം അതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We have fathers over here. നമ്മുടെ മുമ്പാകെ പിതാക്കന്മാരുണ്ടല്ലോ. Some of you like me, our fathers are with the Lord. എന്നെ പോലെ ഉള്ള എൻ്റെ പിതാക്കന്മാരെ പോലെ നിത്യതയിൽ ചേർക്കപ്പെട്ട ആൾക്കാരും ഇവിടെ ഉണ്ട്. Many of you don't have your physical father right now physically here. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പിതാവ് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലായിരിക്കും. They are with the Lord. അവർ നിത്യതയിൽ ചേർക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. Remember them. അവരെ നാം ഇന്ന് ഓർക്കും. And we also thank God for the lives God gave them in our life. നമ്മുടെ ജീവിതത്തിൽ അവരെ നൽകി തന്നത് ഓർത്തുകൊണ്ട് നാം ദൈവത്തിന് നന്ദി കരയേറ്റുകയും ചെയ്യും. As I told you, there is not a perfect father anywhere in Bible other than the Father God. പിതാവായ ദൈവമല്ലാതെ ദൈവവചനത്തിൽ മറ്റ് ഒരു പൂർണ്ണതയുള്ള ഒരു പിതാവും നമുക്ക് കാണുവാൻ കഴിയും. Not a single example. ഒറ്റ നല്ല ഉദാഹരണം പോലും. Not a single example of perfect mother. ഒരു നല്ല ഒരു മാതാവിനെ പോലും നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയും. There's no everybody had their flaws. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ബലഹീനതകളുണ്ട്. Everybody had their ups and downs. എല്ലാവർക്കും ഒരു കയറ്റവും ഉയർച്ചയും താഴ്ചയുമുണ്ട്. When Jesus had to tell how the fatherhood works, the principles of fatherhood, he bought a very good example, a parable. ഇതാ പിതാവിന്റെ തത്വത്തെക്കുറിച്ചൊക്കെ ഈ കർത്താവായ യേശു ക്രിസ്തു വിശദീകരിക്കുന്ന സമയത്ത് ഒരു നല്ല ഒരു ഉപമ പറയുവാനിടയായി. I remember somebody said like this. ഇപ്രകാരം ഒരു വ്യക്തി പറയുന്നത് ഞാൻ ഓർക്കുന്നു. When my son was born or my daughter was born, എൻ്റെ മകനോ മകളോ ജനിച്ചപ്പോൾ I had 10 principles. എനിക്ക് 10 തത്വമുണ്ടായിരുന്നു for my sons and daughters. എൻ്റെ മകനും മകൾക്കും. And I had all the responsibilities towards them. അവരോട് സകലവിധമാകുന്ന ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. After 18 years, 18 വർഷത്തിന് ശേഷം they said, അവർ പ്രകാരം പറഞ്ഞു, now I have only responsibility, no other principles. എനിക്കിപ്പോൾ ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ, തത്വങ്ങളൊന്നുമില്ല. Because you will find none of your principle works. കാരണം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും നമ്മുടെ തത്വങ്ങളൊന്നും പ്രവൃത്തിയാകത്തില്ല. There is no book of right parenting. എങ്ങനെ ആ മാതാപിതാക്കൾ മക്കളെ അഭ്യസിപ്പിക്കണമെന്ന് നല്ലൊരു പുസ്തകം പോലുമില്ല. They can bring all kind of principles. ഒരുപാട് തത്വങ്ങൾ കൊണ്ടുവരാൻ കഴിയും. It doesn't work in practical life. പക്ഷേ യഥാർത്ഥമായ ജീവിതത്തിൽ അതൊന്നും പ്രാവർത്തികമാവില്ല. Some people say, നല്ല അടി കൊടുത്ത് വളർത്തണം. Some people say that we need to spank them well. Okay, ചെയ്തോ, and I have seen kids going astray from there too. Even after giving them good spanking, they would still go away from. Some people believe don't even say anything. ചില ആൾക്കാർ പറയും ഒന്നും തന്നെ പറയണ്ട. And I have seen kids going astray again. അവിടെയും കുഞ്ഞുങ്ങൾ വഴിതെറ്റുന്നത് കണ്ടിട്ടുണ്ട്. But word of God teaches us some great principles. പക്ഷേ ദൈവവചനത്തിൽ കൂടെ ചില നല്ല തത്വങ്ങൾ നമുക്ക് പഠിക്കുവാനിടയാകും. How our Father God principle is. എപ്രകാരമാണ് പിതാവായ ദൈവത്തിന്റെ തത്വങ്ങൾ. So I want to tell all the fathers here. അതുകൊണ്ട് ഇവിടെ ആയിരിക്കുന്ന സകല പിതാക്കന്മാരോട് ഞാൻ പറയട്ടെ, try to do these principles. ഇപ്രകാരമുള്ള തത്വങ്ങൾ നമുക്കൊന്ന് പ്രവൃത്തിയിൽ കൊണ്ടുവരാം. And mothers also, okay? മാതാക്കളും അപ്രകാരം തന്നെ. Right? So let's get to this one. ഇത് നമുക്ക് ഓരോന്നായി നോക്കാം. I'm going to bring a very familiar passage. നമുക്ക് നന്നായി സുപരിചിതമുള്ള ഒരു ഒരു പാസേജ് ആണ് പറയാൻ പോകുന്നത്. One of the sermon of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു സന്ദേശത്തിന്റെ ഭാഗമാണ്. It's a sermon of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ്. A sermon of 3 points. 3 പോയിന്റുകളുള്ള ഒരു സന്ദേശം. Luke chapter 15 is the sermon. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായമാണ് ആ പ്രസംഗം. 3-point sermon. 3 പോയിന്റുകളുണ്ട്. First is lost sheep.
ഒന്നാമതായി നഷ്ടപ്പെട്ടു പോയ ഒരു ആട്. Lost sheep. നഷ്ടപ്പെട്ടു പോയ ഒരു ആട്. Second, lost silver. രണ്ടാമത് നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മ. Number 3, മൂന്നാമത് lost sons. മൂന്നാമതായ മുടിഞ്ഞനായ പുത്രൻ. 3S. 3S ആരംഭിക്കും. Jesus sermon with 3 points. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്ദേശം, അതിൽ 3 പോയിന്റുകൾ. Lost is everywhere. Sheep, silver, son. Not Amen. son. For me, sons. ആമേൻ. 3 കാര്യങ്ങൾ കാണുന്നുണ്ട്. ഒന്ന് ആടിന് ദ്രഹ്മ, പിന്നെ ഒരു മകൻ അല്ലെങ്കിൽ മക്കൾ. Now, we will leave the 2 points. Let me go to the third one. ആദ്യത്തെ രണ്ടെണ്ണം നമുക്ക് മാറ്റി വെച്ചിട്ട് മൂന്നാമത്തേലേക്ക് നമുക്കൊന്ന് As we ശ്രദ്ധിക്കാം. celebrate Father's Day, ഇന്ന് നാം ഈ ഫാദേഴ്സ് ഡേ ആഘോഷിക്കുമ്പോൾ let's reflect on this. ഇതിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. There is a principle for fatherhood. ആമേൻ. പിതാക്കൾക്ക് ഒരു തത്വമുണ്ട്. Jesus is telling a parable. ആമേൻ. ഇതാ കർത്താവായ യേശു ക്രിസ്തു ഈ ഉപമ പറയുവാണ്. He's presenting this father as a godly father. ആമേൻ. ഇതൊരു ദൈവികമായ ഒരു പിതാവിനെ ഇവിടെ കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. In this parable, the father is a godly father. ആമേൻ. ഈ ഒരു ഉപമയിൽ ഇതൊരു ദൈവികമുള്ള ഒരു പിതാവാണ്. Actually, this parable is the father who is in heaven. ആമേൻ. യഥാർത്ഥത്തിൽ ഈ പറയുന്ന പിതാവ് സ്വർഗീയ പിതാവാണ്. Right? He is telling about father in heaven. ആമേൻ. സ്വർഗത്തിലുള്ള തന്റെ പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. But also we can draw some principles out of it. പക്ഷേ അതിൽ നിന്നും നമുക്ക് ചില തത്വങ്ങൾ ലഭിക്കുവാനിടയാകും. Even though this is a father in heaven, ഇത് സ്വർഗത്തിലുള്ള പിതാവാണെങ്കിലും he got 2 sons. ആമേൻ. ഇതാ 2 മക്കളുണ്ടായിരുന്നു. Bible says he got 2 sons. 2 മക്കളുണ്ടായിരുന്നു. Since you know this parable, I am not going with every verse by verse. ആമേൻ. നിങ്ങൾക്ക് ഇത് നന്നായി അറിയാവുന്നതുകൊണ്ട് ഞാൻ ഓരോ വാക്യങ്ങൾ എടുത്തു പറയാൻ പോകുന്നില്ല. And what is in your opinion? So, in the first parable, lost sheep, one was lost out of 99. Right? So, what percentage of lost? ആമേൻ. ഒന്നാമത്തെ ആ ഒരു ഉപമയിൽ ഒരാട് നഷ്ടപ്പെട്ടു പോയി 100 ആടുകളിൽ അതിൽ അപ്പോൾ എത്ര ശതമാനമാണ് നഷ്ടപ്പെട്ടു പോയത്? 1%. 1%. Okay. Lost coin out of 10, 1. How many percentage? 10 ദ്രഹ്മയിൽ നിന്ന് ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി എത്ര ശതമാനമായി? 10%. 10%. Out of 2 sons, how many lost? 2 മക്കളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി എത്ര ശതമാനമായി? I will say 100% because both were lost. ഞാൻ ഇപ്രകാരം പറയും 100%, കാരണം 2 പേരും നഷ്ടപ്പെട്ടു പോയതായിരുന്നു. Right? Both were lost. One was lost outside and one was lost inside. ഒരാള് വെളിയിൽ നഷ്ടപ്പെട്ടു പോയി, ഒരാള് മറ്റാള് അകത്ത് നഷ്ടപ്പെട്ടു പോകാനിടയായി. Fathers, പിതാക്കന്മാരെ, I want to let you know. ഒരു കാര്യം ഞാൻ പറയട്ടെ. When we bring our kids, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ, when we raise our children, അവരെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ, I don't believe that you will have perfect children. ആമേൻ, എല്ലാം തികഞ്ഞ കുഞ്ഞുങ്ങളായിരിക്കും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. Never expect your kids to be perfect. തികഞ്ഞവരായിരിക്കുക കുഞ്ഞുങ്ങളാണെന്ന് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യും. Because you were never perfect. കാരണം ഒന്നാമതായി നാം ഒരിക്കലും തികഞ്ഞതല്ല. Right? ആമേൻ. हिंदी में कहावत है बाप नंबरी तो बेटा 10 नंबरी. ഒന്നാമത്തെ ആണെങ്കിൽ नहीं बोलो. So you know what happens, like father, it will be son, right? ആമേൻ. പിതാവിനെ പോലെ തന്നെയായിരിക്കും മകനും. We were not perfect. നാം ആരും അപ്രകാരം So തികഞ്ഞവരല്ല. do not expect your kids to be perfect. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളും തികഞ്ഞവരായിരിക്കും When എന്ന് Jesus പ്രതീക്ഷിക്കരുത്. was telling this parable, കർത്താവായ യേശു ക്രിസ്തു ഉപമ പറഞ്ഞപ്പോൾ, this good father, ഈ നല്ല പിതാവിനെ കുറിച്ച് the പറഞ്ഞപ്പോൾ, best father, ഏറ്റവും നല്ല the പിതാവ്, righteous father, നീതിയുള്ള പിതാവ്, had 2 sons. അവൻ 2 മക്കളുണ്ടായിരുന്നു. Both were lost. 2 പേരും നഷ്ടപ്പെട്ടു One was പോകാനിടയായി. lost outside ഒന്ന് പുറത്ത് നഷ്ടപ്പെട്ടു and പോയി, one was lost inside. മറ്റേത് അകത്ത് നഷ്ടപ്പെട്ടു So I want to പോകാനിടയായി. let the parents know. അതുകൊണ്ട് ഇവിടുത്തെ മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, When many times you feel like, this guy is inside. അവൻ ഈ വ്യക്തി അകത്തുള്ള ഒരു Or he don't വ്യക്തിയാണല്ലോ, go outside. ഇതാ വെളുത്തൊന്നും He പോകുന്നില്ല, don't go anywhere. എങ്ങും പോകുന്നില്ല, Or she don't go anywhere. മകൾ എങ്ങും പോകുന്നില്ല. Well, ഒരു കാര്യം പറയട്ടെ, don't get so proud of that. അവൻ അത് ഓർത്ത് അഭിമാനിക്കാൻ വരട്ടെ. Don't get so proud of അത് that. ഓർത്ത് അഭിമാനിക്കാൻ വരട്ടെ. Just because they are inside doesn't mean that they are perfect. ആമേൻ. അവർ അകത്തുണ്ടായത് കൊണ്ട് അവർ തികഞ്ഞത് എന്ന് And വിചാരിക്കരുത്. just because somebody goes outside doesn't mean that they are imperfect. ആമേൻ. പുറത്ത് പോയത് കൊണ്ട് അവർ തികവ് But നഷ്ടപ്പെട്ടു to all പോയെന്ന് the പറയുന്നത്. fathers, I want to tell you, പക്ഷെ എല്ലാ പിതാക്കന്മാരോട് ഞാൻ പറയട്ടെ, as you raise your kids, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ, raise them in godly fear. ആമേൻ, ദൈവിക ഭയത്തിൽ അവരെ Raise വളർത്തുക. them in the
word of God. ദൈവവചനത്തിൽ അവരെ വളർത്തുക. There is a time period for you ആമേൻ. നമുക്കൊരു കാലാവധിയുണ്ട്. that you can teach them and they will learn. ആമേൻ. നമുക്ക് അവരെ അഭ്യസിപ്പിക്കാം, അവരത് പഠിക്കുവാനിടയാകും. There is a time period that God has given you. ആമേൻ. ദൈവം നമുക്ക് അപ്രകാരം ഒരു സമയം നൽകി തന്നിട്ടുണ്ട്. To church, I want to let you know. സഭയോട് ഞാൻ ഇപ്രകാരം പറയട്ടെ, These kids will listen to you, and I told this example several times. ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. When your kids are born, നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ from age 3 to 8, 3 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെ your daddy is a superhero. ആമേൻ. പിതാക്കന്മാരെ വലിയ സൂപ്പർ ഹീറോസ് ആണ്. Superhero. അമാനുഷികമായ വ്യക്തിയാണ്. From 9 to 12, 9 തൊട്ട് 12 വയസ്സ് വരെ daddy is knows little bit. ആമേൻ. അല്പ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു But വ്യക്തി. my teacher knows more. പക്ഷേ എന്റെ അധ്യാപകന് അതിലും നന്നായി അറിയാം. Mama, daddy, you don't know. My teacher taught me something else. ആമേൻ. പപ്പ, മമ്മി, എന്റെ ടീച്ചർ എന്നെ ഇപ്രകാരമാണ് പഠിപ്പിച്ചത്. By the time of 13 till 16, 13 മുതൽ 16 വരെയുള്ള വയസ്സ്, that's the time you will hear, daddy, you don't know anything. ആമേൻ. പപ്പ ഒന്നും അറിയത്തില്ല. You know nothing. ഒന്നും അറിയത്തില്ല. My friends told me. എന്റെ സുഹൃത്തുക്കൾ They will ഇപ്രകാരം shift പറഞ്ഞു. to friends. ആമേൻ. അപ്പോൾ സുഹൃത്തുക്കളേക്കാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. By the time of 16 to 23, 16 മുതൽ 23 വരെ വയസ്സിൽ expect this. Every fathers expect this. എല്ലാ പിതാക്കന്മാരും ഇത് പ്രതീക്ഷിക്കുക. Okay, from 16 or 17 to 23, ആമേൻ. 16 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ, father is the biggest enemy. ആമേൻ, പിതാവായിരിക്കും അവരുടെ ഏറ്റവും വലിയ ശത്രു. Biggest enemy. ഏറ്റവും വലിയ He ശത്രു. don't understand me. മനസ്സിലാക്കില്ല. He don't talk to me. അവനോട് സംസാരിക്കുകയില്ല. He don't dress well. അവൻ നല്ലോണം വസ്ത്രം ധരിക്കുകയില്ല. He is good for nothing. ഒന്നിനും കൊള്ളാത്ത. You beat me. എന്നെ അടിക്കും. You crushed me. എന്നെ തകർക്കും. Or I am depressed because of you. ഞാൻ ഈ വിഷമത്തിൽ കൂടി പോകുന്നത് അങ്ങ് കാരണമാണ്. You know all what I'm doing, it's all because of you. ഞാൻ ചെയ്യുന്ന എല്ലാത്തിനും കാരണം അങ്ങാണ്. Hey, are you with me? എന്നോടൊപ്പം ഉണ്ടോ നിങ്ങൾ? Do you hear that? നിങ്ങൾ അത് കേൾക്കുന്നുണ്ടോ? If not, very soon. അവൻ കേട്ടിട്ടില്ലെങ്കിൽ അധികം Be താമസിക്കാൻ ready. ഒരുക്കത്തോടിരിക്കുക. Then comes 24 till 28. അമ്മേ, പിന്നെ 24 മുതൽ 28 വയസ്സ് വരെയുള്ള Where പ്രായം. you feel like, daddy knows something. പിതാവിന് ചില കാര്യങ്ങളൊക്കെ അറിയാം. Mom knows something. അമ്മയ്ക്കും ചില കാര്യങ്ങളൊക്കെ അറിയാം. Something. I don't share everything. ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ലെങ്കിലും Sometimes I like. അമ്മ ചില സമയത്ത് എനിക്കിഷ്ടമാണ്. Then comes an age from 29 to 35. അമ്മ പിന്നെ 29 മുതൽ 35 വയസ്സ് വരെയുള്ള പ്രായം. Oh man, I'm surprised. My daddy knows more than what I know. ഞാൻ വിചാരിച്ചതിനപ്പുറമായി എൻ്റെ പിതാവിന് അറിയാമല്ലോ. He knows. അറിവുണ്ട്. And then but he won't get that comfortable, or she won't get comfortable to talk. പക്ഷേ സംസാരിക്കുവാൻ അത്ര കംഫർട്ടബിൾ ആകുകയില്ല. Then by the time of like 36 to 45, അമ്മ 36 മുതൽ 45 വയസ്സിൽ, then you feel like I need to talk to my dad. അപ്പോൾ വിചാരിക്കും എനിക്ക് ഇനി പോയി പിതാവിനോട് I need to സംസാരിക്കണം. discuss this man. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കണം. He knows. അമ്മ എന്നെക്കാൾ നല്ലോണം അറിയാവുന്ന ഒരു By the വ്യക്തിയാണ്. time this guy has a son who thinks that you are good for nothing. സമയത്തുമ്പോൾ ആ വ്യക്തിക്ക് ഒരു മകനാവും. ആ മകൻ പറയും ഈ പിതാവ് ഒന്നിനും കൊള്ളത്തില്ല. That's right. By the time of 45 plus and 50 plus, 45 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സിനപ്പുറം എത്തുമ്പോൾ, you have a desire like, I really need to take time for my dad. ആമേൻ, യഥാർത്ഥമായി എനിക്ക് സമയമെടുത്ത് I പിതാവിനോട് want to take സംസാരിക്കണം. time for my mom. ആമേൻ, മാതാവിനോട് സമയമെടുക്കണം. He's trying to put the vacations together. ആമേൻ, ഇതാ അവധിക്കാലങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെക്കും. Trying to put everything together. എല്ലാം ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ ശ്രമിക്കും. Suddenly he gets a call. അപ്പോൾ ഒരു വിളി ലഭിക്കും. Your father is no more. ദാ പിതാവ് മരണപ്പെട്ടിരിക്കുന്നു. This is life. ഇതാണ് ജീവിതം. So everybody, I want to let you know that you all go through this phase. നിങ്ങൾ എല്ലാവരും ഈ ഘട്ടങ്ങളിൽ കൂടി എല്ലാം കടന്നു പോകും. But love your parents. പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളെ They സ്നേഹിക്കുക. are precious. അവർ വളരെ പ്രഷ്യസ് ആണ്. Remember the fatherhood. ആമേൻ, പിതാക്കന്മാരെ ഓർക്കുക. Kids, your fathers are raising you. കുഞ്ഞുങ്ങളെ നിങ്ങളുടെ Moms are raising you. മാതാപിതാക്കൾ നിങ്ങളെ വളർത്തിക്കൊണ്ടുവരികയാണ്. I want to tell every father, ഇവിടെ ഇരിക്കുന്ന എല്ലാ പിതാക്കന്മാരോട് ഞാൻ പറയട്ടെ, trust God. ദൈവത്തെ ആശ്രയിക്കുക. Trust God. ദൈവത്തിൽ ആശ്രയിക്കുക. Trust the word of God. ദൈവവചനത്തിൽ ആശ്രയിക്കുക. Preach to them. അവരോട് ഈ വചനം Deuteronomy സംസാരിക്കുക. says
talk to them when they are at gate. ആമേൻ. ആവർത്തന പുസ്തകത്തിൽ പറയുന്നു, അവർ വാതിൽക്കൽ നിൽക്കുമ്പോൾ അവരോട് സംസാരിക്കുക. Talk to them when they come in. അവരകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവരോട് സംസാരിക്കുക. Today's version. ആമേൻ. ഇന്നത്തെ ആരാധന. Today's version. ആമേൻ. ഇന്നത്തെ രീതിയിൽ Talk to പറയുക. them when they are on the dining table. ആമേൻ. അവർ തീൻമേശയിൽ ഇരിക്കുമ്പോൾ സംസാരിക്കുക. Talk to them when they are on the sofas. ആമേൻ. അവർ കൗച്ചിൽ ഇരിക്കുമ്പോൾ അവരോട് Talk to സംസാരിക്കുക. them when they are on the passenger seat. ആമേൻ. അവർ വാഹനത്തിൽ ഇരിക്കുമ്പോൾ സംസാരിക്കുക. And be ready to hear. ആമേൻ. അവർ പറയുന്നത് കേൾക്കാനും നാം തയ്യാറുള്ളവരായിരിക്കണം. Again? ആമേൻ. പിന്നെയും ഇതാണോ? Again? പിന്നെയും ഇത് തന്നെയാണോ? Are you serious? ആമേൻ. വീണ്ടും സീരിയസ് ആയിട്ട് ഇത് തന്നെയാണോ? Do we really need to have a talk conversation again? ആമേൻ. ഇതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കേണ്ട You ആവശ്യമുണ്ടോ? already spoke. ആമേൻ. ഇതിനെക്കുറിച്ച് സംസാരിച്ചതല്ലയോ? Yesterday you said. ഇന്നലെ പറഞ്ഞതല്ലയോ? But kids, I want to let you know. ആമേൻ. കുഞ്ഞുങ്ങളോട് ഞാൻ വീണ്ടും പറയട്ടെ. Bible commands. വചനം ഇപ്രകാരം പറയുന്നു, Talk to them. അവരോട് സംസാരിക്കുക. Talk to them. അവരോട് സംസാരിക്കുക. Talk to them. അവരോട് And സംസാരിക്കുക. that's how we talk to you. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. We don't have like amnesia. ആമേൻ. ഞങ്ങൾക്ക് മറവിയൊന്നുമില്ല. Oh, no amnesia. We know that we spoke yesterday. ആമേൻ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അറിയാം ഇന്നലെ ഇതിനെക്കുറിച്ച് And സംസാരിച്ചതാണ്. knowing that we are again speaking to them. ആമേൻ. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് വീണ്ടും നിങ്ങളോട് And that is the സംസാരിക്കുന്നത്. principle. അത് തത്വമാണ്. Speak to them when they are home. ആമേൻ. അവർ ഭവനത്തിലിരിക്കുമ്പോൾ സംസാരിക്കുക. Speak to them when they are early. ആമേൻ. When they come early at home. ആമേൻ. അവർ ഭവനത്തിൽ നേരത്തെ എത്തുമ്പോൾ സംസാരിക്കുക. Speak to them when they come late at home. അവര് ലേറ്റ് ആയിട്ട് വരുമ്പോഴും അവരോട് Hey സംസാരിക്കുക. fathers, are you with me? പിതാക്കന്മാർ എന്നോടൊപ്പമുണ്ടോ? Huh? ആമേൻ. Hello? ആമേൻ. Speak to them. അവരോട് സംസാരിക്കുക. That's the word of God. അതാണ് But I ദൈവവചനം. will tell you what's the secret of that. ആമേൻ. അതിന്റെ ഒരു സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. No matter what you speak, നിങ്ങൾ എന്ത് no സംസാരിച്ചാലും, matter how you speak, എപ്രകാരം the സംസാരിച്ചാലും, very first principle is ഒന്നാമത്തെ തത്വം ഇതാണ്. a day will come ഒരു ദിവസം വരും when they will stand against you. നമുക്ക് എതിരായി അവർ നിൽക്കും. They will talk against you. നമുക്ക് വിരോധമായി അവർ They സംസാരിക്കും. will talk something that will hurt you. നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവർ സംസാരിക്കും. Yes, they will talk something that will hurt you. നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവർ സംസാരിക്കും. Yes, something will come in there. ആമേൻ. എന്തെങ്കിലും വന്നു They ചേരും. will think that way. അവർ അപ്രകാരം But the ചിന്തിക്കുമ്പോഴാകും. very first principle is, പക്ഷേ ഒന്നാമത്തെ തത്വം ഇതാണ്. the very first principle is ഒന്നാമത്തെ തത്വം a principle of releasing. ആമേൻ. അവരെ വിട്ടയക്കുക, Release them. അവരെ വിമോചിപ്പിക്കുന്ന ഒരു In തത്വം. the parable, ആമേൻ. ഈ വായിച്ച ഉപമയിൽ Luke 15:12, ആമേൻ. ലൂക്കോസ് സുവിശേഷം 15:12 the younger one came to father ആ ഇളയ മകൻ വന്ന് പിതാവിനോട് പറഞ്ഞു, and said, ഇപ്രകാരം പറഞ്ഞു, Father, give me my portion. Give me my portion of the goods that falls to me. What is that in Malayalam? അവർ ഇളയവൻ അപ്പനോട്, Ah. അപ്പാ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. Now listen, I want you to understand this context. It's not very, for us, I mean, what's wrong? He came and asked, right? ആമേൻ. നമ്മൾ വിചാരിക്കുമോ വന്ന് ചോദിച്ചു അതിലെന്താണ് തെറ്റ്? What's wrong? അതിലെന്താണ് തെറ്റ്? But there's a wrong something in here because of the culture. ആമേൻ. ഇവിടുത്തെ സംസ്കാരം അനുസരിച്ച് ഒരു തെറ്റുണ്ട്. You know what? In this culture, in Jewish culture, in that culture that Jesus was there, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവുള്ള യഹൂദ പാരമ്പര്യത്തിൽ property will not be divided before the death of father. ആമേൻ. പിതാവിന്റെ മരണത്തിന് മുമ്പാകെ ഒരിക്കലും വസ്തു വിഭജിക്കില്ല. Never. ഒരിക്കലും ചെയ്യുകയില്ല. Properties are not divided. ആമേൻ. ഒരിക്കലും അത് വിട്ടുകൊടുക്കില്ല. The son is coming and saying as if, ആമേൻ. ഈ മകൻ വന്ന് ചോദിക്കുന്ന രീതിയിൽ, Dad, പിതാവേ, I cannot wait then. എനിക്കിനി ആ ദിവസം വരെ കാത്തിരിക്കാൻ വയ്യ. I need my money. എനിക്ക് ഇന്ന് അത് I ആവശ്യമാണ്. need my portion. എനിക്ക് ഇന്ന് എന്റെ പങ്ക് ആവശ്യമാണ്. No son will do that. ഒരു മകനും അപ്രകാരം In ചെയ്യില്ല. that culture, in that ആ culture. ഒരു സംസ്കാരത്തിൽ Simply the son is saying, ഇപ്രകാരം ലഘുവായി പറയുകയാണെങ്കിൽ, you are dead for me. എന്റെ മുമ്പാകെ പിതാവ് മരിച്ചിരിക്കുകയാണ്. I am dead for you. ആമേൻ. ഞാനും അങ്ങയുടെ മുമ്പിൽ മരിച്ചു. No more relationship. ഇനി അന്യോന്യം ഒരു ബന്ധവുമില്ല. You give me what belongs to me. എനിക്ക് ലഭിക്കേണ്ട പങ്ക് എനിക്ക് തരിക. I know how to live. എനിക്ക് ജീവിക്കാൻ അറിയാം. I want to tell all the fathers, എല്ലാ പിതാക്കന്മാരോടും ഞാൻ പറയട്ടെ, if you believe in God, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, if you believe in that parenting that you have done, ആമേൻ, നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു ശിക്ഷണം നിങ്ങൾ in a വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, good time, whatever you could do, you did. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാലയളവിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന You gave ചെയ്തിട്ടുണ്ടെങ്കിൽ, them everything. നിങ്ങൾ കുഞ്ഞുങ്ങൾ സകലതും You gave them കൊടുത്തു. good dresses. നല്ല വസ്ത്രം അവർക്ക് You കൊടുത്തു. gave them good protection. ആമേൻ. സംരക്ഷണം കൊടുത്തു. You gave them good cars. നല്ല വാഹനങ്ങൾ അവർക്ക് You കൊടുത്തു. gave them good food. നല്ല ഭക്ഷണം അവർക്ക് കൊടുത്തു. You took them to different countries. ആമേൻ. പലവിധമായ രാജ്യങ്ങളിൽ അവരെ You കൊണ്ടുപോയി. provided everything. അവർക്ക് ആവശ്യമുള്ള സകലതും But I അവർക്ക് want to കൊടുത്തു. let you know, പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് it പറയട്ടെ, is a common thing. ഇതൊരു സ്വാഭാവികമായ One വസ്തുതയാണ്. day, ഒരു ദിവസം you will hear negative. ആമേൻ, അവരിൽ നിന്ന് നെഗറ്റീവായി And നിങ്ങൾ that's കേൾക്കും. okay. അത് സാരമില്ല. The principle is this. ഇപ്രകാരമാണ് തത്വം. When you find that this is not under your control, ആമേൻ, നിങ്ങളുടെ കൺട്രോളിൽ അല്ല എന്ന് നിങ്ങൾ when you feel മനസ്സിലാക്കുമ്പോൾ, like something is going out of your control, നിങ്ങളുടെ പിടിവിട്ട് ചിലതൊക്കെ പോകുന്നെന്ന് തോന്നുമ്പോൾ, up till now you hold him in
prayers. ആമേൻ. ഇന്ന് വരെ നിങ്ങൾ പ്രാർത്ഥനയിൽ മുറുകെ പിടിച്ചു. Up till now you hold her in worship. ആമേൻ. ആരാധനയിൽ മകളെ മുറുകെ പിടിച്ചു. And for your kids you were all there. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു. But one time when it comes, പക്ഷേ ഒരു സമയം വരും where you feel like this is out of my ഓ control, ഇത് എന്റെ പിടിക്കപ്പുറമാണെന്ന് നിങ്ങൾ തോന്നുമ്പോൾ godly principle is ദൈവിക തത്വം ഇതാണ്. release them trusting God. ആമേൻ. ദൈവത്തിൽ ആശ്രയിച്ച് അവരെ വിടുക. Release them with trusting God. ദൈവത്തിൽ ആശ്രയിച്ച് ഒന്ന് വിമോചിച്ച് വിടുക. Releasing only where you cannot control. ആമേൻ. നിങ്ങൾക്ക് ശ്രമിച്ച് പിടിക്കാൻ പറ്റാത്തടുത്ത് But dad and mom, പ്രിയ മാതാപിതാക്കളെ, one thing is in our control. ആമേൻ. ഒരു കാര്യം നമ്മുടെ മുറുകെ Get പിടിക്കാം. back to our room. ആമേൻ. നമ്മുടെ മുറിക്കകത്തേക്ക് കയറി Bring this matter before the Lord. ആമേൻ. ഇത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് Bring it എത്തിക്കുക. before the Lord. അത് ദൈവത്തിന്റെ മുമ്പാകെ The വെക്കുക. principle of release is this. ആമേൻ. ഈ വിമോചനത്തിന്റെ തത്വം ഇതാണ്. I am releasing here like I'm not holding him tight physically, ആമേൻ. ഞാൻ ശാരീരികമായി ഇനി മുറുകെ but പിടിക്കുന്നില്ല. I'm releasing him to a bigger father. ആമേൻ. അതിലും നിത്യമായ പിതാവിന്റെ I am releasing him to the eternal ആ father. നിത്യമായ പിതാവിന്റെ I am releasing him to the mighty God. ആ ശക്തനായ ദൈവത്തിന്റെ I am കരങ്ങളിലേക്കാണ്. releasing him to the wonderful counselor. ഇത് അത്ഭുത മന്ത്രിയുടെ കരങ്ങളിലേക്കാണ് Some of the വിടുന്നത്. fathers who are listening me, എന്നെ കേൾക്കുന്ന പിതാക്കന്മാരെ, when things are not in your control, നമ്മുടെ പരിധിക്ക് അപ്പുറമായ വിഷയങ്ങൾ moms, വരുമ്പോൾ, when things are not in your control, മാതാക്കളെ നിങ്ങളുടെ പരിധിക്കും can അപ്പുറമാകുമ്പോൾ, somebody release them today? ആമേൻ. ഇന്ന് എത്ര പേർക്ക് അവരെ Say that, ദൈവകരങ്ങളിലേക്ക് Lord, വിടാം? I don't have control over him. എത്ര പേർക്ക് പറയാം, ദൈവമേ എന്റെ പിടിയിലല്ല, They are grown up. അവരിപ്പോൾ They വളർന്നിരിക്കുന്നു, want to do something their own. അവർക്ക് സ്വയമേ But I release them to you, O പക്ഷേ Lord. ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് വിമോചിക്കുന്നു. Can you trust God when you release them to God? ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിച്ച്, നിന്റെ ദൈവം നിന്നെ കൈവിടുകയില്ലെന്ന്? oh can we just believe that God will not forsake ഇത്രയും us? നാൾ ഈ ദൈവത്തിന്റെ വചനത്തിൽ അവരെ നിർത്തിയെങ്കിൽ, If till now you have held them by the word ഇത്രയും of നാൾ നിങ്ങൾ God, പഠിപ്പിച്ചത് ദൈവത്തിന്റെ if you വചനമാണെങ്കിൽ, have taught them the word of God up till now, അല്പനാളിലെ വികൃതി കാണിച്ചാലും, amen, for a short while, if they are mischievous, അല്പനാളത്തെ അൻസരണക്കേട് if കാണിച്ചാലും, they are disobedient for a short while, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് റിലീസ് ചെയ്യാൻ പറ്റുമോ എന്ന്? can you just release them into the hand നീ of God? കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യം Amen. The things that we cannot handle, നിന്റെ ദൈവം കൈകാര്യം ചെയ്യുമെന്ന് ദൈവാത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം ഒന്ന് ആമേൻ. സ്തോത്രത്തോടെ വിശ്വസിച്ച് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന്? the things that you cannot handle, if you believe that God can handle it, how many of you can trust him and release a child? Hallelujah. Hallelujah. And not that everybody had fathers throughout their young life. Amen. യൗവന കാലത്ത് എല്ലാവർക്കും പിതാക്കന്മാരുണ്ട്. എല്ലാ യൗവനക്കാർക്കും പിതാവ് എപ്പോഴും കിട്ടിയിട്ടില്ല. Amen. Not every youngsters ചില have, പിതാക്കന്മാർ നേരത്തെ കടന്നുപോയി. Amen, some fathers pass away in early പക്ഷെ അവർ age. കടന്നു പോകുമ്പോൾ അവർക്കൊരു പ്രാർത്ഥനയുണ്ട്. But even when they pass away, they have a ആ prayer. മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അവർക്കൊരു പ്രാർത്ഥനയുണ്ട്. Even on the deathbed, this is what they pray. ഞാൻ പോകുവാ ദൈവമേ, Lord, I'm going. എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കിക്കോണേ. But Lord, you take care of my children. അപ്പൻ ഭൂമിയിൽ അപ്പൻ ജീവനോട് ഇരിക്കുന്നേക്കാട്ടിലും അപ്പുറമായി സ്വർഗത്തിലെ അപ്പൻ കരുതിയ മക്കൾ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിപ്പുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And I thank God for the Can we children give a that big God hand to has that provided father? much more than how an earthly Can we give father a has big hand to provided. that father? കരങ്ങളെ അടിച്ച പിതാവിന് We വേണ്ടി. have a better father in heaven. ആമേൻ. നല്ലൊരു പിതാവ് നമുക്ക് ഒന്ന് സ്തോത്രം സ്വർഗ്ഗത്തിലുണ്ട്. ചെയ്യാൻ പറ്റുമോ എന്ന്? Can we just praise How him? many of you can say yes, I trusted God? ആമേൻ. ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന എത്ര പേർക്ക് Can പറയാം? somebody testify this? ആമേൻ. അത് സാക്ഷ്യമായി പറയുവാൻ കഴിയുമോ? ആർക്ക് സാക്ഷ്യം പറയാൻ പറ്റുമോ? ആമേൻ. How many of you can എന്റെ testify കൈ that? പിടിവിട്ടുപോയ സമയങ്ങളുണ്ട്. I mean, even times when it was കൈ beyond my limit, പിടിവിട്ടുപോയ സമയങ്ങളുണ്ട്. at times it was പക്ഷേ beyond my എനിക്ക് reach. വേണ്ടി നിന്ന ഒരു But ദൈവമുണ്ടായിരുന്നു. there was a God who stood for ഓ, me. ഒന്ന് സ്തോത്രം ചെയ്യാൻ Can പറ്റുമോ? we just praise him? എത്ര അപ്പന്മാർക്ക് പറയാൻ How പറ്റും? many fathers can say എത്ര that? അമ്മമാർക്ക് പറയാൻ How പറ്റും? many mothers can say that? കൈവിട്ട കേസായിരുന്നു. Oh, it was a time. കൈവിട്ട കേസായിരുന്നു. It was beyond പക്ഷെ my reach. കൈവിടാത്ത ഒരു സ്വർഗത്തിലെ അപ്പൻ എനിക്കുള്ളത് കൊണ്ട് ഇന്ന് എന്റെ മക്കൾ Amen. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്ന് പറയുന്ന മാതാപിതാക്കൾ എത്ര പേരുണ്ട്? How many parents are there that can testify this morning that there was a heavenly father that didn't forsake my child? First principle, when you find that it's not in your control, release. ആമേൻ. ഒന്നാമത്തെ തത്വം, നമ്മുടെ പിടിയിൽ അപ്രമാകുമ്പോൾ ദൈവകരങ്ങളിലേക്ക് വിട്ടയക്കുക. What happened in release? എന്താണ് ഈ വിമോചിക്കുമ്പോൾ സംഭവിക്കുന്നത്? Now you don't have control. ആമേൻ. ഇപ്പോൾ നമുക്ക് കൺട്രോൾ ഇല്ല. No control. They're left. ആമേൻ. അവർ വിട്ടുപോയി. This guy went out. ആമേൻ. ഈ മകൻ ഭവനത്തിന് വെളിയിൽ പോയി. Bible says they had wild parties. ആമേൻ. വചനം പറയുന്നത് അവർ ഒരുപാട് വൈൽഡ് Lot പാർട്ടീസ്, of money. ഒരുപാട് ധനം ഇപ്പോൾ പോക്കറ്റിലുണ്ട്. Lot of friends. ആമേൻ. ഒരുപാട് സുഹൃത്തുക്കളുമുണ്ട്. This is another principle every kid should know and every youth should know. ആമേൻ. എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ യൗവനക്കാരും ഇതറിയണം. Most of your friends are sticking around because you have something. ആമേൻ. നിങ്ങളുടെ പക്ഷം
ചിലത് ഉണ്ടാതുകൊണ്ടാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളോടൊപ്പം The നിൽക്കുന്നത്. day you will lose money, you won't have money, no friends will be there. ആമേൻ. നിങ്ങളുടെ ധനം നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളെ This വിട്ടുപോകും. guy went around. ഈ വ്യക്തി ലോകം മൊത്തം ചുറ്റി. Oh my, he got everything. ആമേൻ. സകലതും ലഭിച്ച ഒരു He വ്യക്തി. enjoyed everything. അത് മൊത്തം ആസ്വദിക്കാനിടയായി. But that enjoyment didn't last for long. പക്ഷെ അത് അധിക നാള് നിലനിന്നില്ല. You know why? എന്തുകൊണ്ട് സംഭവിച്ചതെന്ന് അറിയാമോ? Somebody in house is waiting and praying for this person. കാരണം ഭവനത്തിൽ ഒരു വ്യക്തി ഈ മകനു വേണ്ടി കാത്തിരുന്ന് He പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. thought he could make a fortune. ആമേൻ. ഇതാ ധനം കൊണ്ട് എന്തോ വലിയ നേടാമെന്ന് Bible വിചാരിച്ചു. says he lost all his wealth. വചനം പറയുന്നു തന്നെ ആ ലഭിച്ച ധനം മൊത്തം Finally നഷ്ടപ്പെടുത്തി. he found himself in pig pen. ആമേൻ. ഇതാ പന്നിക്കൂട്ടങ്ങളുടെ ഇടയിൽ എത്തിച്ചേരുവാനിടയായി. For this guy, according to culture, ആമേൻ. സംസ്കാരം a അനുസരിച്ച് Jew will never touch a pig, will not go to a pig, will never be associated with someone who has pigs. ആമേൻ. ഒരു യഹൂദൻ ഒരിക്കലും ഒരു പന്നിയുടെ അടുക്കിലേക്ക് പോവുകയില്ല, സ്പർശിക്കുകയില്ല, അതുമായിട്ട് ഒരു അസോസിയേഷനും ഇല്ല. And this is the thing that Jesus want to tell us. ഇതാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. When someone want to make a fortune without the blessing of parents, ആമേൻ. മാതാപിതാക്കളുടെ അനുഗ്രഹം കൂടാതെ ചിലതൊക്കെ വെട്ടിപ്പിടിക്കുവാൻ നേടുവാൻ ശ്രമിക്കുമ്പോൾ you will end up in pig pen. ആമേൻ. നാം പന്നിക്കൂട്ടങ്ങളുടെ ഇടയിലായിരിക്കും എത്തിച്ചേരുന്നത്. Your parents' blessings are very important. മാതാപിതാക്കളുടെ അനുഗ്രഹം വളരെ ആവശ്യമാണ്. They may be believer or not. അവരെ വിശ്വാസികളാട്ടെ അവിശ്വാസികളാകട്ടെ. I want to tell somebody who is, if you feel like my parents are not believers, ആമേൻ. എൻ്റെ മാതാപിതാക്കൾ അവിശ്വാസികളാണ്. no matter what, അവരെന്തായിക്കൊള്ളട്ടെ, parents are parents. ആമേൻ. മാതാപിതാക്കൾ Whether they മാതാപിതാക്കളാണ്. are believer or not. അവർ വിശ്വാസികളാട്ടെ അവിശ്വാസികളാട്ടെ. Okay? You can disobey things related to God. Yes. ആമേൻ. ദൈവിക വസ്തുതകളിൽ നിങ്ങൾക്ക് അനുസരണക്കേട് കാണിക്കാം. But do not bring tears in the Amen. eyes of your parents. ഒരിക്കലും നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് നിങ്ങൾ മുഖാന്തരം കണ്ണുനീര് വരുത്തരുത്. Okay? ആമേൻ. This guy ended up in pig pen. Think about this royal man who was living in all kind of royal things and enjoyed all good things in the house, and now doing this, according to Jewish culture, a dirty work. ആമേൻ. ഈ മകനെ ഒന്ന് ശ്രദ്ധിച്ച് തന്റെ ഭവനത്തിൽ സകല സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും ആസ്വദിച്ചിട്ട് ഇപ്പോൾ പന്നിക്കൂട്ടത്തിന്റെ Hey ഇടയിൽ. guys, ആമേൻ. കുഞ്ഞുങ്ങളെ, can you just imagine? നിങ്ങൾക്കതൊന്ന് ചിന്തിക്കുവാൻ കഴിയുമോ? എല്ലാ ദിവസവും ബർഗറും അടിച്ച്, Every day you have burger സ്റ്റേക്സും അടിച്ച്, and you have steak അയണേജ് പോയി, and you go to Iron Age, ചില്ലീസും പോയി, you go to Chili's, പിന്നെന്തുവാ ഒലീവ് ഗാർഡനും you പോയി, go to Olive Garden. നല്ല അങ്ങോട്ട് വിരിഞ്ഞങ്ങോട്ട് ഇരുന്നിട്ട് After having all such kind of luxurious food. മുറിച്ച് അങ്ങോട്ട് കഴിക്കുമ്പോൾ ചോരയോട് കൂടി കഴിക്കുമ്പോൾ And when you eat the steak along with its blood. and just think about ending up in a place where you are eating the food that pigs eat. And then അവസാനം പന്നിക്കൂട്ടത്തിന് കൊടുത്തിരിക്കുന്ന ആ ഭക്ഷണം നിങ്ങൾ ഭക്ഷിക്കുന്നതും ചിന്തിച്ചു. And that I want to tell all the parents over here. ആമേൻ. എല്ലാ മാതാപിതാക്കളോടും ഞാൻ ഇവിടെ ഒന്ന് പറയട്ടെ. That is the power of release. ആമേൻ. അതാണ് നാം വിമോചിക്കുന്നതിന്റെ ഒരു ശക്തി. That is the power of release. Because you know what? എന്താണെന്നറിയാമോ? You are not releasing him to be destroyed or her to be destroyed. You are releasing so that this person will be restored. ആമേൻ. നാം വിട്ടുകൊടുക്കുന്നത് ആ വ്യക്തി നശിച്ചു പോകാനോ തകർന്നു പോകാനല്ല, പക്ഷേ ഒന്ന് മടങ്ങി വരുവാൻ No വേണ്ടി. parents will release to be destroyed, but every parent should release so that they can be restored. ആമേൻ. ഒരു മാതാവും പിതാവും വിട്ടുകൊടുക്കുന്നത് തകർന്നു പോകാനോ തകർച്ചയിലേക്കോ അല്ല, പക്ഷേ ഒരു മടങ്ങി വരുവിന് വേണ്ടിയാണ്. Some of the youths, ആമേൻ. ചില യൗവനക്കാരോട് പറയട്ടെ. some of the kids, ആമേൻ. ചില കുഞ്ഞുങ്ങളോട് പറയട്ടെ. I want to let you know. നിങ്ങളോട് ഞാൻ ഒന്ന് പറയട്ടെ. Many times we don't say now. ആമേൻ. പലപ്പോഴും നാം ഇപ്പോൾ പറയാറില്ല. We see you doing a lot of things. ആമേൻ. നിങ്ങൾ പലതും ചെയ്യുന്നത് ഞങ്ങൾ കാണാറുണ്ട്. We don't address everything. ആമേൻ. എല്ലാം നമ്മൾ അഡ്രസ് ചെയ്യാറില്ല. You know why? എന്തുകൊണ്ടെന്നറിയാമോ? We believe in God. നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു. We believe the preachings that I have done in this church. ആമേൻ. ഈ സഭയിൽ ചെയ്ത സന്ദേശങ്ങൾ ഞാൻ I വിശ്വസിക്കുന്നു. believe in the Bible study that the youth leaders are doing. ആമേൻ. യൂത്ത് ലീഡേഴ്സ് ചെയ്യുന്ന ബൈബിൾ സ്റ്റഡിയിൽ ഞാൻ വിശ്വസിക്കുന്നു. This will never go in vain. ഇത് ഒരിക്കലും നഷ്ടമായി പോകുകയില്ല. When we don't address things, ആമേൻ. നാം ചില കാര്യങ്ങളൊന്നും അഡ്രസ് ചെയ്യാതിരിക്കുമ്പോൾ we are releasing you in the hand of God. നാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ വിട്ടയക്കുകയാണ്. You know why? എന്തുകൊണ്ടെന്നറിയാമോ? We are just releasing that let
God deal this. ആമേൻ. ഇനിയും ദൈവം ഇത് കൈകാര്യം ചെയ്യട്ടെ. I want to tell every youth here. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന സകല യൗവനക്കാരോടും പറയട്ടെ. It's not that we don't know what you're doing. ആമേൻ. നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ഞങ്ങൾ It's not അറിയാതിരിക്കുന്നുണ്ടല്ലോ. that we don't know what you are going around. ആമേൻ. നിങ്ങൾ ചുറ്റും ചെയ്യുന്ന But കാര്യങ്ങളൊന്നും when we see you, we അറിയാത്തതല്ല. smile. നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ ചിരിക്കും. We just embrace you. ആമേൻ. ഞങ്ങൾ ആലിംഗനം ചെയ്യും. We don't even show on our face. ഞങ്ങളുടെ മുഖത്ത് പോലും ആ ഭാവം വരുത്തില്ല. You know why? എന്തുകൊണ്ടെന്നറിയാമോ? We trust in this releasing order. കാരണം ഞങ്ങൾ ഈ ദൈവകരങ്ങളിലേക്ക് All the വിട്ടയക്കുന്നതിൽ pastors, വിശ്വസിക്കുന്നു. youth pastors, ആമേൻ. എല്ലാ Sunday school teachers. Sunday school teachers. I know you cannot control everything. ആമേൻ. എല്ലാം നിങ്ങളുടെ കൈപ്പിടിയിലാകത്തില്ല. I have heard the stories of kids rebelling in Sunday school. ആമേൻ. സൺഡേ സ്കൂൾ ക്ലാസ്സിൽ കുഞ്ഞുങ്ങൾ മർദ്ദലിക്കുന്നത് കേട്ടിട്ടുണ്ട്. I heard the stories of youths moving around coffee shops when the youth meeting is going on. ആമേൻ. യൂത്ത് മീറ്റിംഗ് നടക്കുമ്പോൾ യൗവനക്കാര് കോഫി ഷോപ്സിൽ പോകുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. Parents, you are seeing that. ആമേൻ. മാതാപിതാക്കളെ നിങ്ങളും ഇത് കാണുന്നുണ്ട്. If you can address. ആമേൻ. നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ But I want to let you know. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ. We have limitations. ആമേൻ. നമുക്കൊക്കെ പരിമിതിയുണ്ട്. We release them to the Lord. അവരെ ദൈവകരങ്ങളിലേക്ക് നാം റിലീസ് Not to ചെയ്യുകയാണ്. get destroyed. ആമേൻ. അവർ തകർച്ചയിലേക്ക് But പോകാനല്ല. we know one thing. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം. God will bring them to ആമേൻ. realization. ദൈവം അവരെ ഒരു ബോധ്യത്തിലേക്ക് Parents, എത്തിക്കും. can you trust God? ഈ ദൈവത്തിൽ നമുക്കൊന്ന് ആശ്രയിക്കാൻ Parents, can you trust God? മാതാപിതാക്കളെ ഈ ദൈവത്തിൽ ഒന്ന് ആശ്രയിക്കാൻ Something that you cannot convince. നിങ്ങൾക്ക് ഉറപ്പാക്കുവാൻ കഴിയാത്ത Something വിഷയങ്ങൾ that you cannot convince. നിങ്ങൾക്ക് അവരിൽ ഒന്ന് ഉറപ്പാക്കുവാൻ That you can convince with the word. ആമേൻ. വാക്കുകൾ കൊണ്ട് You ഉറപ്പിക്കാൻ cannot convince കഴിയാത്തത്. with discipline. ആമേൻ. അച്ചടക്കത്തോടുകൂടി അവരെ ഉറപ്പാക്കാൻ അടി പറ്റാത്ത കൊടുത്തും വിഷയങ്ങൾ. കൺവിൻസ് ആകാത്തത്, ആമേൻ. things that you cannot convince them with പിടിച്ചിട്ടും strengthening. കൺവിൻസ് ആകാത്തത്, Even when you hold them you cannot convince സ്വർഗത്തിലെ them. കരങ്ങളിലേക്ക് ഒന്ന് Oh, can we കൊടുത്തേക്ക്. just release it in the hand of God? നീ വിചാരിച്ചാൽ ശരീരത്തിൽ മാത്രമേ തൊടത്തുള്ളൂ. Oh, when you think you can only touch him physically, നീ ശരീരത്തിൽ മാത്രമേ തൊടത്തുള്ളൂ. you can touch him physically. പക്ഷേ അന്തരംഗങ്ങളിൽ തൊടുവാൻ കഴിവുള്ള Amen. അഗ്നി ജ്വാലയ്ക്ക് തക്ക കണ്ണുള്ള സകലത്തെയും ചമച്ചവൻ, സകലത്തെയും നിയന്ത്രിക്കുന്നവൻ ഈ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് വിശ്വസിക്കുന്ന മാതാപിതാക്കൾ Amen. സ്തോത്രത്തോടെ ദൈവസന്ധി Thank you, Lord. ഒന്ന് സ്തോത്രം ചെയ്തോ. നിനക്ക് വേണ്ടി പൊരുതുന്ന ഒരു സ്വർഗമുണ്ട്. Oh, there is a heaven that wages war for you, the one who knows every heart and can transform every heart. Amen. 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 You can touch body. Amen. ശരീരത്തിൽ നമുക്ക് തൊടുവാൻ കഴിയും. My God can touch heart. പക്ഷേ ദൈവത്തിന് ഹൃദയങ്ങളെ You സ്പർശിക്കാൻ can കഴിയും. say and that person can ignore. ആമേൻ. നമ്മൾ പറയും പക്ഷേ ആ വ്യക്തിക്ക് അത് മറുത്തു But when കളയാം. God speaks, പക്ഷേ ദൈവം nobody സംസാരിച്ചാൽ can ignore. ആർക്കും അത് Oh, തള്ളിക്കളയാൻ കഴിയില്ല. thundering voice. ഓ, അത് The പെരുവെള്ളത്തിന്റെ voice ശബ്ദം. of power. ആമേൻ. ശക്തിയുള്ള The voice ശബ്ദമാണ്. of authority. ആമേൻ. അധികാരമുള്ള When that ശബ്ദം. voice hits someone, ആ ശബ്ദം ആരെങ്കിലും സ്പർശിച്ചാൽ, when that voice hits ആ someone, ശബ്ദം ആരെങ്കിലും the സ്പർശിച്ചാൽ, rocks get scattered. ആമേൻ, അത് പാറയെ പിളർപ്പിക്കാനാണ്. Every stone has to be broken. ആമേൻ. എല്ലാ കല്ലും തകരും. Every rock has to be broken. എല്ലാ പാറയും തകർക്കുന്ന. Because it is not a human voice. അതൊരു മാനുഷിക It ശബ്ദമല്ല. is not a human അത് voice. മാനുഷിക ശബ്ദമല്ല. Parents, I want you to trust God. മാതാപിതാക്കളെ നിങ്ങൾ ദൈവത്തിൽ Parents, I want you to ആശ്രയിക്കുക. trust God. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. Let the voice of God echoes. ആമേൻ. ദൈവിക ശബ്ദം ഒന്ന് Let the മുഴങ്ങട്ടെ. voice of God echo. ദൈവിക ശബ്ദം And മുഴങ്ങട്ടെ. this voice can break every bondage. ആമേൻ. ഈ ദൈവിക ശബ്ദം സകല ബോണ്ടേജും തകർക്കും. സ്തോത്രം ചെയ്യാൻ പറ്റുമോന്ന്? Can we just praise him? I want every father, every mother to believe this. എല്ലാ മാതാവും പിതാവും ഇത് വിശ്വസിക്കട്ടെ. ഹല്ലേലൂയ. No matter how good father you are, നിങ്ങൾ എത്ര നല്ല പിതാവാണെങ്കിലും, no matter how holy father you എത്ര വിശുദ്ധനായ പിതാവാണെങ്കിലും, you are not immune to this. ആമേൻ, നിങ്ങൾ ആരും ഇതിൽ ഇമ്മ്യൂൺ അല്ല. Everybody have gone through something. ആമേൻ. എല്ലാവരും ഇതിലൊക്കെ കൂടി And കടന്നു you പോകും. will also go through something. നിങ്ങളും ചിലതിലൊക്കെ കൂടി കടന്നു പോകും. But we have a good father. പക്ഷെ നമുക്ക് എന്തോ നല്ലൊരു പിതാവുണ്ട്. We have a good father. നല്ലൊരു പിതാവുണ്ട്. And during this release, ആമേൻ. ഈ വിമോചിച്ചപ്പോൾ you know what happened? എന്താ സംഭവിച്ചെന്നറിയാമോ? This guy ended up in pig pen. ആമേൻ. ഇത് ആ പന്നിക്കൂട്ടങ്ങളുടെ ഇടയിലായി. And then Bible says, then he came to his sense. വചനം പറയുന്നു ആ സമയത്ത് താൻ സുബോധത്തിലേക്ക് വരുവാനിട. What is that? Then he came to his sense. That means till now he had nonsense. താൻ സുബോധത്തിലേക്ക് വരുവാനിട. ആ സമയം വരെ ബോധമില്ലായിരുന്നു. Always remember, when someone fights you like this, ആമേൻ. ആരെങ്കിലും ഇപ്രകാരം നിങ്ങളോട് യുദ്ധം ചെയ്താൽ why he fights? എന്തിനാണ് ഇങ്ങനെ വഴക്കിടുന്നത്? അവൻ ആരാ? Someone who doesn't have senses. That's it. He came to his senses. ആമേൻ. ഇതാ സുബോധം വരുവാനിടയായി.
what am I doing here? ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്? I was eating burger, ആമേൻ. ഞാൻ ഭവനത്തിൽ നല്ല ഭക്ഷണം steak. സ്റ്റേക്ക് അടിക്കുകയായിരുന്നു. I had my own room. എനിക്ക് എന്റെ സ്വന്തമായിട്ടുള്ള മുറി വരെ I had ഉണ്ടായിരുന്നു. my own car. എനിക്ക് എന്റെ കാർ ഉണ്ടായിരുന്നു. Man, insurance was paid. ആമേൻ. അത് ഇൻഷുറൻസ് ഒക്കെ അടച്ചു തീർത്ത. Car rent was paid. ആമേൻ. കാറിന്റെ പൈസയും അടച്ചു. Utility was paid. ആമേൻ. യൂട്ടിലിറ്റിക്കും പൈസ കൊടുക്കണ്ട. Every food, every day we have new food. ആമേൻ. ഓരോ ദിവസം നല്ല നല്ല ഭക്ഷണം One ഉണ്ടായിരുന്നു. day beef curry. ആമേൻ. ഒരു ദിവസം ബീഫ് കറി ആയിരിക്കും. Second day goat curry. അതിന്റെ അടുത്ത ദിവസം മട്ടൻ കറി. Third day shrimp. ആമേൻ. മൂന്നാം ദിവസം ഷ്രിമ്പ്. And then chicken. ആമേൻ. പിന്നെ ചിക്കൻ. Varieties of chicken. ആമേൻ. പല What am തരത്തിലുള്ള I ചിക്കൻ. doing here? ഞാൻ ഇപ്പോൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഹല്ലേലൂയ. McChicken കഴിച്ചോണ്ട് നിൽക്കുക. ആമേൻ. $1 McChicken. $1. He said, no, I need to go back. എനിക്കിനി തിരിച്ച് ഭവനത്തിൽ പോകണം. Real sense came. ആമേൻ. ആ സമയത്ത് സുബോധം വരുവാനിടയായി. You know, I want to tell all the kids. ആമേൻ. എല്ലാ കുഞ്ഞുങ്ങളോടും We ഞാൻ all പറയട്ടെ. have gone through this, which is fine. നാം എല്ലാവരും ഇതിൽ കൂടി കടന്നുപോയി. അത് We feel like ഞാൻ അങ്ങ് മല മറിക്കും എന്നൊക്കെ ചിന്തയുണ്ട്. we think that we can accomplish something. We think that we can do everything. You know, you just release me. ആമേൻ. എന്നെ ഒന്ന് വിട്ടു നോക്ക്. Some kids are just waiting to graduate 12th. ആമേൻ. 12ാം ക്ലാസ് ഒന്ന് പാസ് ആവാൻ നോക്കിയിരിക്കുകയാണ്. അപ്പഴേ പോണം. ആമേൻ. they just want to be They released. don't want to study somewhere close by. ആമേൻ. അടുത്തുള്ള കോളേജിലൊന്നും പഠിക്കാൻ ആഗ്രഹമില്ല. ചീ. It's all bad. അങ്ങ് ടോപ്പ് യൂണിവേഴ്സിറ്റി തന്നെ പഠിക്കണം. I want to go to the top university. I want to tell you, you go and study. That's okay. ആമേൻ. നിങ്ങൾ പോകുക, പഠിക്കുക, നല്ലതാണ്. But do not misuse what God has given. ദൈവം തന്നത് നിങ്ങൾ ഒരിക്കലും Do ദുരുപയോഗം not ചെയ്യരുത്. misuse what God has given. ദൈവം നൽകി തന്നതിൽ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. Hello? ആമേൻ. Hey, am I talking something real thing here? ആമേൻ. യഥാർത്ഥമായ വസ്തുതയാണോ ഞാൻ Can I സംസാരിക്കുന്നത്? get a good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? I want to tell you something. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. This guy, after eating the same thing, big pan, ആമേൻ. ഈ പന്നിക്ക് big കൊടുക്കുന്ന diet, ആമേൻ. പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചത്, അപ്പഴായി പുള്ളിക്ക് ശരിക്കും സെൻസ് വന്നത്. that is when he got his real senses. നല്ല ഫുഡ് കഴിച്ചപ്പോൾ സെൻസ് ഇല്ല. When he ate good food, he never had sense. പന്നിക്കുഴി പോയപ്പോ പന്നിക്ക് കൊടുക്കുന്ന സാധനം കഴിച്ചപ്പോൾ പുള്ളിക്ക് സെൻസും വന്നു. I mean, the moment he started eating what the swines was eating, that's when he got his senses. He made a dialogue. ആമേൻ. ഇപ്രകാരം പറയുവാനിടയായി. He framed a dialogue. ആമേൻ. ഇപ്രകാരം പറയണം എന്ന് തീരുമാനിച്ചു. What is he saying? എന്താണ് തീരുമാനിച്ചത്? Father, I have committed sin against you and against God. ആമേൻ. ഞാൻ ദൈവത്തോട്, Dialogue number 1. ഒന്നാമത്തെ ഡയലോഗ്, ഞാൻ അങ്ങേ പിതാവിനോടും സ്വർഗ്ഗത്തോടും ഞാൻ പാപം Dialogue ചെയ്തിരിക്കുന്നു. number, he wrote it down. ആമേൻ. ഇപ്രകാരം എഴുതി വെക്കുവാനിടയായി. Father, I committed sin against you and God. ആമേൻ. പിതാവേ, ഞാൻ അങ്ങയോടും സ്വർഗ്ഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. Dialogue number 2. രണ്ടാമത്തെ ഡയലോഗ്, I don't deserve to be your son. ഇനി അങ്ങയുടെ മകനായിരിക്കുവാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നു. Dialogue number 3. മൂന്നാമത്തെ ഡയലോഗ്, Please keep me like a hired servant. അങ്ങയുടെ ഏതെങ്കിലും ഒരു കൂലിക്കാരനെ പോലെ എന്നെ ആക്കുക. There were 3 kinds of servants there. ആമേൻ. 3 തരത്തിലുള്ള കൂലിക്കാരുണ്ട്. Number 1 is like doulos, man. They are the supervisors. ആമേൻ. ഒന്നാമത്തെ തട്ടിലുള്ളവർ അവർ Then സൂപ്പർവൈസേഴ്സ്. there is second who works for doulos. ആമേൻ. ഈ സൂപ്പർവൈസർമാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന Then രണ്ടാമത്തെ there is a സെർവൻസ് ഉണ്ട്. third group who work for the people who work for doulos. ആമേൻ. ഈ മെയിൻ സൂപ്പർവൈസറിന് വേണ്ടി ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന മൂന്നാമത്തെ തട്ടിലുണ്ട്. And he was asking for that hired servant. ആമേൻ. ആ ഒരു കൂലിക്കാരായി തീരുവാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഈ dialogue പറ്റിയ dialogue. ആമേൻ. This is the best dialogue. That's the best dialogue. 3 dialogues, right? Amen. And he's dialogue. rehearsing. Father, I'm not worthy. I sinned against you and your God. And then what's that? I'm not worthy for this. Make me a hired servant. He's rehearsing. നാടകമല്ലേ? Rehearsing. ഈ 3 വാചകം വീണ്ടും വീണ്ടും അവിടെ നടന്ന് റിഹേഴ്സ് ചെയ്യാണ്. സ്വർഗ്ഗത്തോടും പിതാവിനോടും പാപം ചെയ്തു, എനിക്ക് മകനായി തീരുവാൻ ആഗ്രഹം പറ്റത്തില്ല, ഇനി ഒരു കൂലിക്കാരനെങ്കിലും ആക്കുക. അമ്മയപ്പനോട് ഞാൻ ഒരു കാര്യം പറയാം. ആമേൻ. മാതാപിതാക്കളോട് let me tell to the ഈ നാടകമൊക്കെ നിങ്ങൾ സഹിച്ചേ പറ്റൂ. ആമേൻ. You need to face ഇതുപോലത്തെ this drama. നാടകമൊക്കെ നിങ്ങൾ കേൾക്കും. You will surely hear such kind of drama. ജീവിതം അങ്ങനെ. I mean, life is surely like ഈ that. ഡ്രാമ ഒക്കെ കാണും. You will surely see these drama. But the thing is not that. പക്ഷേ ആ വസ്തുത അതല്ല. When he was coming, ആമേൻ. ഇതാ ഈ മകൻ മടങ്ങി വരുന്നപ്പോൾ the principle number 2 happened. രണ്ടാമത്തെ തത്വം അവിടെ You know നടക്കുവാനിടയായി. what was the principle number 2? എന്തായിരുന്നു രണ്ടാമത്തെ തത്വം?
The principle of receiving. ആമേൻ, സ്വീകരിക്കുന്ന ഒരു തത്വം. Amen. ആമേൻ. Every father who will trust God when you release. ആമേൻ, നിങ്ങൾ വിടുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന എല്ലാ പിതാക്കന്മാരും. I want to let you know. ആമേൻ, നിങ്ങളോട് ഞാൻ പറയട്ടെ, There is a time for receiving. ആമേൻ, സ്വീകരിക്കുന്ന ഒരു സമയം കൂടി വരും. This guy is coming. ഈ മകൻ മടങ്ങി വരികയാണ്. Think about this. ആമേൻ, ഇപ്രകാരം ചിന്തിക്കുക. Dirty guy. ആമേൻ, ഇതാ അഴുക്കായി വരികയാണ്. ഇവിടെ ആഴ്ചതോറും പോയി ബാർബർ ഷോപ്പിൽ ഇരിക്കുവായിരുന്നു. Amen. While he was at home, every week he used to visit the saloon. വീക്ക് അല്ലേ അങ്ങോട്ട് പോകുന്നേ. Amen. Every week he visits. ഇപ്പം പോയിട്ട് കാലം കുറയായി ബാർബർ ഷോപ്പിൽ ഇങ്ങനെ നീണ്ടു കിടക്കുമല്ലോ. Now it's been years that he has seen a പിന്നെ barber. കുളിച്ചിട്ട് ഇവിടെ ഷവർ അങ്ങോട്ട് ഓൺ ചെയ്തിട്ട് 3 മണിക്കൂറല്ലേ കുളി. Here he's standing under the shower for hours. റൈറ്റ്. പിന്നെ ഇവിടെ കുളിയില്ല. Amen. Right now he hasn't taken shower for years. അല്ലേ, നിങ്ങളൊക്കെ ഇത്ര കൃത്യമായിട്ട് വാസിക്കാൻ അറിയാന്ന് പറയുന്നത്. You might be thinking, Pastor, how you know so clearly? ഇപ്പൊ കുളിയില്ല. Now there is no shower. ഒരു കുളിയില്ല. No shower. അങ്ങനെ ഇരിക്കുമ്പോൾ പല്ലും തേക്കുന്നില്ല. He's not even brushing his teeth. മറ്റേ പല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മോട്ടർ അടിച്ച് പല്ലല്ല, ട്രിക്കിന് പല്ല് തേക്കുവല്ലേ, വെക്കുവല്ലേ. Before he used to have electric toothbrush. ഇപ്പൊ അതൊന്നും അല്ലല്ലോ. Now പല്ലുമില്ല. he doesn't even have teeth. Stinky. Amen. നാറുന്നുണ്ട്. Completely destroyed, devastated. ആമേൻ, പൂർണ്ണമായി തകർന്ന ഒരു This അവസ്ഥയിലാണ്. guy is coming. ഈ വ്യക്തി വരികയാണ്. But thanks be unto the Lord. പക്ഷെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. The principle of receiving. ആമേൻ, ഈ സ്വീകരിക്കുന്ന Bible തത്വം says ഇതാണ്. father was waiting for him. ഈ പിതാവ് ഈ മകന് വേണ്ടി It was കാത്തിരിക്കുകയായിരുന്നു. not only that day, ആ ദിവസം മാത്രമല്ലായിരുന്നു. but since from the time of release, ആമേൻ, താൻ വിട്ടയച്ച ആ ദിവസം മുതൽ he's praying and waiting. ആമേൻ, പ്രാർത്ഥിച്ച് Praying കാത്തിരിക്കുകയായിരുന്നു. and waiting. പ്രാർത്ഥിച്ച് I want to കാത്തിരിക്കുകയായിരുന്നു. tell everybody in this place, ആമേൻ, ഇവിടെ ആയിരിക്കുന്ന സകലരോടും ഞാൻ when you പറയട്ടെ, release, നിങ്ങൾ ഒന്ന് വിട്ടയക്കുമ്പോൾ trust God, you are going to receive. ആമേൻ, സ്വീകരിക്കുമെന്ന് ഒന്ന് ദൈവത്തിൽ സ്തോത്രം ചെയ്യാൻ ആശ്രയിക്കുക. പറ്റുമോ എന്ന്? Can we just praise God? നിങ്ങൾക്ക് ആകാൻ പറ്റാത്ത കാര്യം, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യം അങ്ങോട്ട് വിട്ടുകൊടുക്കുമ്പോൾ ദൈവം നിന്റെ കയ്യിലേക്ക് മടക്കി കൊണ്ട് തരുമെന്ന് നല്ല ഉറപ്പുള്ള മാതാപിതാക്കൾ ഒന്ന് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ When you release a thing that you cannot handle, can you just trust God that there will be a day when you will be receiving it നല്ല back? ഉറപ്പോടെ ദൈവത്തെ സ്തോത്രം If you ചെയ്തു. have that courage and boldness, There can you is a just praise time God? to receive. ആമേൻ, സ്വീകരിക്കുന്ന ഒരു സമയമുണ്ട്. Father, show this. ആമേൻ, പിതാവ് ഇത് കാണുവാനിടയായി. Bible says വചനം പറയുന്നു, this guy with the appearance nobody can understand. ആമേൻ, ഈ ലക്ഷണം കൊണ്ട് ഇത് ആർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല. Nobody can understand. ആർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല. But Father understood. പക്ഷേ പിതാവ് മനസ്സിലായി. Nobody else understood. മറ്റാർക്കും അത് മനസ്സിലായില്ല. Father realized. പിതാവിനെ തിരിച്ചറിഞ്ഞു. He went and ran ഓടിച്ചെന്നു. and he embraced. ഇത് ആലിംഗനം ചെയ്തു. And this guy is ready with the dialogue. ആമേൻ, ഇത് പറയുവാനുള്ള ആ ഡയലോഗ് റെഡിയാക്കി 3 വെച്ചിരിക്കുന്നു. dialogues. 3 ഡയലോഗാണ്. What is that 3 dialogue? എന്താണ് 3 ഡയലോഗ്? Father, പിതാവേ, I am sorry. ക്ഷമിക്കണം. I committed sin against you. ഞാൻ അങ്ങയോട് പാപം ചെയ്തു. Against Father in heaven. സ്വർഗ്ഗത്തോട് ഞാൻ പാപം ചെയ്തു. Second dialogue. രണ്ടാമത്തെ ഡയലോഗ്, I am not worthy. ആമേൻ, ഇനി എനിക്ക് ഒരു വർദ്ധിയുമില്ല. ഇവൻ മൂന്നാമത്തെ ഡയലോഗ് തപ്പിക്കൊണ്ടിരിക്കുക. ആമേൻ, he is searching for the third dialogue. Father is not waiting for his dialogue. ആമേൻ, തന്റെ ഡയലോഗിന് വേണ്ടി പിതാവ് Father കാത്തിരിക്കുന്നില്ല. went and embraced. ആമേൻ, പിതാവ് ചെന്ന് ആലിംഗനം ചെയ്തു. I want to tell everybody, ഇവിടെ ആയിരിക്കുന്ന സകലരോടും വിളിച്ചു every പറയട്ടെ. father, എല്ലാ പിതാക്കന്മാരോടും പറയട്ടെ. we should have a heart like ആമേൻ, this. ഇപ്രകാരം ഒരു ഹൃദയം നമുക്കും When ഉണ്ടാകണം. God brings them back, ആമേൻ, അവരെ മടക്കി കൊണ്ടുവരുമ്പോൾ it's not about interrogation. ആമേൻ, ഇനി വീണ്ടും ചോദ്യം ചെയ്യുകയല്ല. It's not about ഇനി interrogation. വീണ്ടും ചോദ്യം ചെയ്യുകയല്ല. അല്ല, നീ ഇങ്ങോട്ട് കയറുമ്പോൾ ആദ്യം കാര്യം തീർക്കാം. Before you enter the house, അങ്ങനെ കയറാൻ പറ്റത്തില്ല എന്റെ വീട്ടിൽ. I mean, you cannot enter my house അങ്ങനെ like that. തോന്നുമ്പം പോകുന്ന തോന്നുമ്പം വരുന്ന അല്ല എന്റെ വീട്. I mean, you can live when you want. You can come in അപ്പന്മാരോട് when ഞാൻ you ഒരു കാര്യം പറയാം. Let me tell to the fathers This is like your this. ego. I mean, ഇത് നിങ്ങളുടെ ഒരു That is ego not ആണ്. godly father. I mean, അത് ദൈവികമായ പിതാവല്ല. When your kids mess up, I mean, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ and when തെറ്റിയുമ്പോൾ they come back, അവര് മടങ്ങി വരുമ്പോൾ don't wait for അവര് interrogation. അവര് ചോദ്യം ചെയ്യുവാൻ വേണ്ടി Don't wait for കാത്തിരിക്കരുത്. anything else. മറ്റൊന്നിനു വേണ്ടി Let them കാത്തിരിക്കരുത്. see the Father in heaven. ആമേൻ, സ്വർഗീയ പിതാവിനെ അവർ കാണട്ടെ. What Father in heaven did for us. ആമേൻ, എന്താണ് സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി Even when we ചെയ്തത്? were dirty, നാം മാലിന്യത്തിലായിരുന്നപ്പോഴും completely dirty, നാം He മുഷിഞ്ഞിരുന്നപ്പോഴും embraced us. ആമേൻ, നമ്മളെ അവിടുന്ന് ഒന്ന് ഉയർത്തുവാനിടയായി. സ്തോത്രം ചെയ്യാൻ പറ്റുമോ? Can we just praise him? That is a second principle. ആമേൻ, അതാണ് രണ്ടാമത്തെ തത്വം. Principle number 3. മൂന്നാമത്തെ തത്വം You know what is that? എന്താണെന്ന് അറിയാമോ? That embrace ആ ഒരു ആലിംഗനം was reconciling.
ആമേൻ, അത് നിരപ്പാക്കുന്നതായിരുന്നു, reconcile. അത് നിരപ്പ് കൊണ്ടുവരുന്നതായിരുന്നു. That embrace is the embrace of reconcile. ആമേൻ, അതൊരു നിരപ്പിന്റെ ഒരു Saying എംബ്രേസ് that ആയിരുന്നു. I am reconciling you. ആമേൻ, ഞാൻ നിന്നെ I am നിരപ്പിക്കുകയാണ്. reconciling to you to back to the family. ആമേൻ, ഭവനത്തിലേക്ക് നിരപ്പിക്കുകയാണ്. Every father and every mother should learn this. എല്ലാ പിതാവും മാതാവും ഇത് മനസ്സിലാക്കേണ്ടതാണ്. ഹലോ ചില അമ്മമാർ അങ്ങനെയാണെങ്കിൽ അപ്പന്മാർ അങ്ങനെയല്ലായിരിക്കും. I mean, if some moms are like that, dads might not be like that. പിന്നെ ഇങ്ങേർക്കുള്ള സ്നേഹം I mean, only he has അവൻ love. കാണിച്ചിട്ട് പോയി കണ്ടില്ലയോ, Don't you know what he did? അവൾ in love? കാണിച്ച കണ്ടില്ലയോ, Don't you know what he did? അല്ലെങ്കിൽ ഈ പുള്ളിക്കാരൻ പറയും പിന്നെ നിനക്കൊരു സ്നേഹം. I mean, or the husband will, dad will say to Godly mom. principle is to receive Amen. and to reconcile. I mean, ദൈവിക തത്വം നാം സ്വീകരിക്കുവാനും നിരപ്പ് പ്രാപിക്കുവാനുമാണ്. There is a fourth principle. I mean, നാലാമത്തെ തത്വമുണ്ട്. Not just reconciling, I mean, നാം ആണെങ്കിൽ നിരപ്പ് പ്രാപിക്കുക മാത്രമല്ല, restoring. I mean, പുനഃസ്ഥാപിക്കുക You കൂടിയാണ്. know what is the restoration? എന്താ ഇവിടെ പുനഃസ്ഥാപിച്ചെന്ന് അറിയാമോ? He didn't say go and have a shower. I mean, പോയി കുളിക്കാനല്ല പറഞ്ഞത്. Hey, no. അല്ല, Go and have a shower, clean yourself. I mean, പോയി ഒന്ന് കുളിച്ചു വൃത്തിയാകാനല്ല പറഞ്ഞേ. ബാർബർ ഒക്കെ കൊണ്ടുപോകാനൊന്നും പറഞ്ഞില്ല. I mean, bring us a barber? No. Go and kill a fatty calf. I mean, ഒരു തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവാ. It's time to party. I mean, ഇന്ന് ആഘോഷത്തിന്റെ My സമയമാണ്. son was lost. I mean, എന്റെ മകൻ നഷ്ടപ്പെട്ടു പോയിരുന്നു. Now I found him. ഇന്ന് ഞാൻ He കണ്ടെത്തി. was dead. I mean, മരിച്ചവനായിരുന്നു. He's alive. ഇന്ന് ജീവനോടെ He ഇരിക്കുന്നു. said, you know, bring a new robe. I mean, ഒരു പുതിയ വസ്ത്രം കൊണ്ടുവരിക. Restoration, new robe. I mean, ഇതാ പുനഃസ്ഥാപിക്കുന്നതിന്റെ ഒന്നാണ് പുതിയ വസ്ത്രം, A new ring, ഒരു പുതിയ മോതിരം, a new sandal. പുതിയ ചെരുപ്പ്. You know what does that mean? എന്താണ് അത് ഉദ്ദേശിക്കുന്നത് അറിയാമോ? Robe means വസ്ത്രം കാണിക്കുന്നത് you are covered, നിന്നെ മറച്ചിരിക്കുകയാണ്. covered with righteousness. I mean, നീതി കൊണ്ട് മറച്ചിരിക്കുകയാണ്. Basically, you are dirty. I mean, സാധാരണമായി നീ മുഷിഞ്ഞവനാണ്. Yes, you are stinking. I mean, നിന്നെ നാറുന്നുണ്ട്. But I cover you with my പക്ഷേ robe. ഞാൻ എന്റെ നീതിയുടെ വസ്ത്രം കൊണ്ട് മറയ്ക്കുന്നു. I will cover you with my robe. I mean, എന്റെ വസ്ത്രം കൊണ്ട് ഞാൻ That is the മറയ്ക്കുന്നു. love of Heavenly Father. അതാണ് സ്വർഗീയ പിതാവിന്റെ That is the സ്നേഹം. Heavenly Father. അതാണ് സ്വർഗീയ പിതാവിന്റെ Second സ്നേഹം. thing, രണ്ടാമത്തെ വസ്ത്രം God said, ദൈവം പറഞ്ഞു. He said, Father said, I mean, ഈ പിതാവ് I give പറഞ്ഞു, you a ring. I mean, ഞാൻ ഒരു മോതിരം തരികയാണ്. Restoring back to the authority. I mean, അധികാരത്തിലേക്ക് വീണ്ടും I don't മടക്കിക്കൊണ്ടിരിക്കുകയാണ്. care what you lost. നീ എന്ത് നഷ്ടപ്പെടുത്തി എന്ന് എനിക്ക് I don't നോക്കുന്നില്ല. care how much you lost. എത്ര തന്നെ നഷ്ടപ്പെടുത്തി എന്ന് ഞാൻ നോക്കുന്നില്ല. Restoring back to the authority. ഇത് അധികാരത്തിലേക്ക് The മടക്കിക്കൊണ്ടിരിക്കുകയാണ്. sandal അവൻ പിന്നെ ചെരുപ്പ് കൊടുത്തു. says, in a Jewish custom, no slaves will wear a sandal. Only masters wear sandals. യജമാനൻ മാത്രമേ ചെരുപ്പ് ധരിക്കാറുള്ളൂ, ഒരു അടിമയും ചെരുപ്പ് ധരിക്കാറില്ല യഹൂദ പാരമ്പര്യത്തിൽ. Father is saying, പിതാവ് പറയുകയാണ്, concept of hired servant ഒന്നും വേണ്ട. ഞാൻ കൂലിക്കാരനാണെന്നൊന്നും ചിന്തിക്കണ്ട. You are the honor. You are my son. You are in the sonship. ആമേൻ, നീ മകനാകുന്നു, യജമാനനാകുന്നു, നീ ചെരുപ്പ് ധരിക്കുക. Every father should know എല്ലാ പിതാക്കളും അറിയണം. there is a principle of release. ആമേൻ, വിമോചനത്തിന്റെ ഒരു തത്വമുണ്ട്. There is a principle of receiving. അത് തിരിച്ച് സ്വീകരിക്കുന്നതിന്റെ There is a തത്വമുണ്ട്. principle of reconciliation. ഒരു നിരപ്പ് പ്രാപിക്കുന്നതിന്റെ ഒരു There തത്വമുണ്ട്. is a principle of restoration. ആമേൻ, പുനഃസ്ഥാപിക്കുന്നതിന്റെ ഒരു തത്വമുണ്ട്. But everything is good. ആമേൻ, എല്ലാം നല്ലതാണ്. Father was happy, both sons are there. ആമേൻ, ഇതാ രണ്ട് മക്കളുമുണ്ട്, പിതാവ് By the time സന്തോഷത്തിലാണ്. the other one comes in, ആ സമയത്ത് ഇതാ മറ്റേ മൂത്ത മകൻ he's വരുന്നു. hearing a party sound. ആമേൻ, എനിക്ക് ദൂരെ നിന്ന് ഇതാ ശബ്ദങ്ങൾ ആഘോഷ Bass is ശബ്ദം കേൾക്കുന്നു. going, bass is going. ആമേൻ, ബേസ് അവിടെ വായിക്കുന്നു. പിന്നെ music going. ആമേൻ, അവിടെ വാദ്യോപകരണം ഭയങ്കര വായിക്കുന്നു. bass music, കേൾക്കാത്തൊരു music. ആമേൻ, it is an unfamiliar music that he's hearing from home. And this guy, he's an owner. ആമേൻ, ഇതാ യജമാനനാണ്. Yeah, he's the son, right? He's the owner, right? ആമേൻ, മകനാണ്, അവിടുത്തെ ഉടമസ്ഥനാണ്. He's calling home. ആമേൻ, അവിടെ ആരെയാണ് വിളിക്കുന്നത്? ആരെയാ വിളിക്കുന്നത്? Whom is he calling over there? He's calling a hired servant. അവിടുത്തെ ഒരു കൂലിക്കാരനെ വിളിക്കുകയാണ്. What's going on? ആമേൻ, ഭവനത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? What's going on? എന്താണ് ഭവനത്തിനകത്ത് സംഭവിക്കുന്നത്? Did you get the standard of this guy? ആമേൻ, ഈ വ്യക്തിയുടെ ഒരു സ്റ്റാൻഡേർഡ് മനസ്സിലായോ? He lost the sight. ആമേൻ, ആ ദർശനം Instead of നഷ്ടപ്പെട്ടു. getting inside, അകത്തേക്ക് കയറിച്ചല്ലാതെ, partying together, ആമേൻ, ഒരുമിച്ച് ആഘോഷിക്കാതെ, he said, I don't care. What is this? ആമേൻ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? He said, call my dad. ആമേൻ, എന്റെ പിതാവിനെ വിളിക്കുക. He didn't go in. ആമേൻ, അകത്തേക്ക് He പ്രവേശിച്ചില്ല. didn't go in. അകത്തേക്ക് പ്രവേശിച്ചില്ല. Call my dad. എന്റെ പിതാവിനെ വിളിക്കുക. I want to talk to him. എനിക്ക് സംസാരിക്കണം. And dad said, what happened? അതൊരു പിതാവ് പറഞ്ഞു, എന്താ He സംഭവിച്ചത്? said, I was with you. ഞാൻ അങ്ങയോടൊപ്പം ഉണ്ടായിരുന്നു. I never asked for a party. ആമേൻ, ഞാൻ ഒരിക്കലും ഒരു ആഘോഷവും You ചോദിച്ചില്ല. never did a party for me. എനിക്ക് ഒരു ആഘോഷവും ഒരിക്കലും You ചെയ്തില്ല. didn't give anything to me.
എനിക്കൊന്നും നൽകി തന്നില്ല. I knew that you were there. ആമേൻ, അങ്ങ് ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയാം. അറിയാമായിരുന്നു നിങ്ങൾ ഇങ്ങനെ തന്നെയാണ്. I was for sure you will be like this. എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. You have done nothing for me. Now tell me who is lost. ആമേൻ, ഇപ്പോൾ പറയുക ആരാ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്? Many times you feel like somebody is inside doing nothing. Maybe they may also get lost. ആമേൻ, അകത്തുണ്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ അവര് There comes the നഷ്ടപ്പെട്ടിരിക്കുന്നത്. fifth principle. ആമേൻ, അഞ്ചാമത്തെ തത്വം എവിടാണ്? You know, instead of this guy was not ready to come in. ആമേൻ, ഈ വ്യക്തിക്ക് അകത്തേക്ക് The വരുവാൻ older son, ആഗ്രഹമില്ല. the elder son was not ready to come മൂത്ത in. മകന് ഭവനത്തിനകത്തേക്ക് You know പ്രവേശിക്കാൻ what father ആഗ്രഹമില്ല. did? എന്താ പിതാവ് ചെയ്തെന്നറിയാമോ? He went out. ആമേൻ, പിതാവ് പുറത്തേക്ക് പോകാനിടയായി. കരം പിടിച്ച് And he held his hand. മകനെ ഉള്ളതെല്ലാം നിന്റെ അല്ലടാ. Oh, whatever I have is yours. നീ son. എന്താ ഇങ്ങനെ പൊട്ടത്രം പറയുന്നത്? Oh, why are you speaking so നീ foolishly? പുറത്ത് നിൽക്കേണ്ടിയവനല്ലല്ലോ. You're not the one to stand എടാ, outside. നിന്റെ അനുജൻ ചത്തുപോയായിരുന്നു. Oh, your younger അവനെ brother was dead. മടക്കി കിട്ടിയില്ലയോ? Oh, I got him നീ back. വാ. Come inside. Come inside. അകത്തേക്ക് Have a പ്രവേശിക്കുക. party. നമുക്ക് ഒരുമിച്ച് The ആഘോഷിക്കാം. principle of redirecting. ആമേൻ, തിരിച്ചു വിടുന്നതിന്റെ ഒരു തത്വം. Fathers, you need to step up sometime. ആമേൻ, ചിലപ്പോൾ പിതാക്കന്മാർ ഒന്ന് Parents, നിൽക്കേണ്ട sometimes സമയമുണ്ട്. you have to come out of your comfort. ആമേൻ, നമ്മുടെ സുഖ സൗകര്യത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട സമയമുണ്ട്. പല കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പന്മാരുടെ ഈഗോയാ. ആമേൻ, many times many kids are being lost because of father's ego. അമ്മമാരുടെ ഈഗോയാ. It's the ego of mom. ആ ഈഗോ ഒന്ന് വിട്ടിട്ട് Can we just let go of those നമ്മുടെ egos? സ്വന്തം കുഞ്ഞല്ലേ, Oh, it's our own child. അവനെ മടക്കി കൊണ്ടുവരാൻ Oh, to bring him ഒന്ന് back. പുറത്തിറങ്ങേണ്ടി വന്നാൽ, If I have to step ഒന്ന് outside, പിടിക്കേണ്ടി if I വന്നാൽ, have to hold him, ഒന്ന് പിടിച്ച് മടക്കി if കൊണ്ടുവരാൻ. I have to hold him The and bring him principle of inside. redirecting. ആമേൻ, അതാണ് തിരിച്ചു Can I get some fathers here? എത്ര പിതാക്കന്മാരുണ്ട്? I don't know what about you, ആമേൻ, നിങ്ങളെ കുറിച്ച് but എനിക്കറിയില്ല. this is what our God the Father did. ആമേൻ, ഇതാണ് സ്വർഗീയ പിതാവ് ചെയ്തത്. This is what exactly God the Father ആമേൻ, did. പിതാവായ ദൈവം ഇതാണ് When we ചെയ്തത്. rebelled against Him, നാം അനുസരണക്കേട് He കാണിച്ചപ്പോൾ released us. നമ്മളെ He വിടുവാനിടയായി. released നമ്മളെ us. വിമോചിച്ചു But at this വിടുവാനിടയായി. one point of time, പക്ഷേ സമയത്തിന്റെ when we ഒരു നിമിഷത്തിൽ repented, നാം He മാനസാന്തരപ്പെട്ടപ്പോൾ received നമ്മളെ us. വീണ്ടും സ്വീകരിച്ച് He reconciled us with the Father. പിതാവായ ദൈവമായിട്ട് നിരപ്പ് He പ്രാപിക്കുകയായി. restored us to the sonship of heaven. ആമേൻ, സ്വർഗീയ പുത്രത്വത്തിൽ നമ്മളെ ഒന്ന് He restored us through പുനഃസ്ഥാപിക്കുവാനിടയായി. Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവായിട്ട് പുനഃസ്ഥാപിക്കുവാനിടയായി. Not just restored. ആമേൻ, നമ്മളെ പുനഃസ്ഥാപിക്കുക മാത്രമല്ല, How it has He redirected ആമേൻ, us. നമ്മളെ വഴി തിരിച്ചു വിടുവാനിടയായി. All the fathers. എല്ലാ This പിതാക്കന്മാരും, is the power of fatherhood. ഇതാണ് പിതാക്കന്മാരുടെ Can I ശക്തി. get some good amen? എത്ര പേർക്ക് നല്ല ആമേൻ പറയുവാൻ കഴിയും? പിതാക്കന്മാരോട് പറയട്ടെ, ആമേൻ, to the fathers let me say, നിങ്ങൾക്കൊരു മക്കളെ നൽകി. ആമേൻ, to give you a അവൻ child കൈവിടുന്ന ദൈവമല്ല. and he will not forsake you. ഒന്ന് സ്തോത്രം ചെയ്യാൻ Can പറ്റുമോ? we just praise him? അഭിഷേകത്തോടെ മാതാപിതാക്കൾ, Amen. Those who are anointed moms. അഭിഷേകത്തോടെ ചില മാതാപിതാക്കൾ, Amen. The anointed ഒന്ന് moms and ദൈവത്തെ dads. സ്തുതിക്കാൻ പറ്റുമോ? Can you just praise ഒന്ന് him? ദൈവത്തെ മഹത്വപ്പെടുത്താൻ Can we പറ്റുമോ? just worship him? Amen. Hallelujah. Hallelujah. എല്ലാ മാതാപിതാക്കളും Every father and വിശ്വസിക്കാൻ mom. പറ്റുമോ? Can you just believe? നിങ്ങൾ പ്രാർത്ഥിച്ചത് വെറുതെ ആയിട്ടില്ല. Amen. All your prayers will never go in നിങ്ങൾ vain. പ്രസംഗിച്ചത് വെറുതെ ആകത്തില്ല. Whatever you preach will never go in vain. Hallelujah. Hallelujah. Though a night may come with tears, Amen. രാത്രിയിൽ ദുഃഖം oh, a വന്നാണെങ്കിൽ, night may come with tears, ആമേൻ, രാത്രിയിൽ but ദുഃഖമാണ്. there is a day coming. ആമേൻ, ഒരു പ്രഭാതമുണ്ട്. There is a morning coming. ആമേൻ, ഒരു പ്രഭാതമുണ്ട്. Your tears will be wiped off. അന്ന് കണ്ണുനീരൊക്കെ തുടച്ചു ഒന്ന് മാറ്റും. സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ആമേൻ, എത്ര പേർക്ക്? I want to tell every kids here, എല്ലാ കുഞ്ഞുങ്ങളോടും പറയട്ടെ, when your parents release you, ആമേൻ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ when they വിമോചിച്ച് don't release say ചെയ്യുമ്പോൾ, anything anymore, അവര് ഒന്നും തന്നെ ഇപ്പോൾ പറയാതിരിക്കുമ്പോൾ, when they don't correct you, അവര് നിങ്ങളെ it's ഗുണദോഷിക്കാതിരിക്കുമ്പോൾ, not like they left you. അവര് നിങ്ങളെ വെറുതെ വിട്ടതല്ല. No, it's not like they left you. ആമേൻ, അവര് നിങ്ങളെ It's ഉപേക്ഷിച്ചതല്ല. simply think they have given you to the heavenly അവർ Father. നിങ്ങളെ സ്വർഗീയ പിതാവിന്റെ കരങ്ങളിലേക്ക് How many ഏൽപ്പിച്ചേക്കുകയാണ്. of the parents would do that? എത്ര പിതാക്കന്മാർക്ക് ചെയ്യുവാൻ ആഗ്രഹമുണ്ട്? Hallelujah. Hallelujah. You have an anointing. ആമേൻ, നിങ്ങൾക്കൊരു You have an അഭിഷേകമുണ്ട്. anointing. നിങ്ങൾക്കൊരു അഭിഷേകമുണ്ട്. Anointing of the fatherhood. ആമേൻ, ഈ പൈതൃത്വത്തിന് ഒരു What has happened earlier happened. ആമേൻ, സംഭവിച്ചതൊക്കെ What സംഭവിച്ചു. has happened in the past happened. ആമേൻ, കഴിഞ്ഞുപോയ കാലങ്ങളിൽ സംഭവിച്ചത് But സംഭവിച്ചു. again today, പക്ഷേ ഇന്ന് there is an anointing here. ആമേൻ, ഇവിടെ ഒരു അഭിഷേകമുണ്ട്. There is an anointing here. ഒരു അഭിഷേകം ഇന്ന് ഇവിടെ How many ഉണ്ട്. would love to do that? എത്ര പേർക്ക് ചെയ്യുവാൻ Can I ആഗ്രഹമുണ്ട്? see some parents here? എത്ര Shall we മാതാപിതാക്കളുണ്ട്? all rise up in the presence of the Lord? ആയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? Hallelujah. Hallelujah. Bring everything before the Lord. ആമേൻ, എല്ലാം ദൈവസന്നിധിയിലേക്ക് Bring കൊണ്ടുവരണം. everything before the Lord. സകലതും Would you ദൈവസന്നിധിയിലേക്ക് lift your കൊണ്ടുവരണം. hands? ആ കരങ്ങളൊന്ന് ഉയർത്തിരിക്കട്ടെ. Something you need to release to God. ആമേൻ, ഇന്ന് എന്താണോ ദൈവകരങ്ങളിലേക്ക് Something that you ഏൽപ്പിക്കുന്നത്? need to release to എന്തോ God. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. Come on, everybody. എല്ലാവരും. You may be a kid. ആമേൻ, നിങ്ങളൊരു You may be a youth. നിങ്ങളൊരു യൗവനക്കാരനായിരിക്കാം.
You may be a parent. അവൻ നിങ്ങൾ ചിലപ്പോൾ ഒരു You may be മാതാപിതാവായിരിക്കാം, a father. നിങ്ങൾ ഒരു You may be പിതാവായിരിക്കാം, a mother. ഒരു You may be a മാതാവായിരിക്കാം, grandfather. നിങ്ങൾ ഒരു വല്യപ്പനായിരിക്കാം, Grandmother. Or you are വല്യമ്മച്ചിയായിരിക്കാം, unmarried. ഓ നിങ്ങൾ Can we release വിവാഹിതരായിരിക്കാം. some of the subjects? പക്ഷേ ഏത് വിഷയമായിക്കണം The റിലീസ് things ചെയ്യണോ? that you cannot control. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത Can we വിഷയങ്ങൾ give to the good അത് Father? നല്ല പിതാവിന്റെ Come on, ഒന്ന് കയ്യിലേക്ക് ശബ്ദങ്ങൾ എത്തിക്കാം. ഉയർത്താൻ പറ്റുമോ? Can we just lift up our കരങ്ങൾ voices ഉയർത്താൻ പറ്റുമോ? and lift up our hands അത്ഭുത സ്തോത്രം ചെയ്യാൻ and പറ്റുമോ? just give praise to ഒരുമിച്ച് God. സ്തോത്രം ചെയ്തേ Come in together, can we just worship സ്തോത്രത്തോടെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിഷയങ്ങളെ ഏൽപ്പിക്കാം. with praise and thanksgiving? Can we just give it in the hands of God? Hallelujah.